ദൃശ്യം സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട് മുരളി ഗോപി പറയുന്നത്, മോഹൻലാലിന്റെ കഥാപാത്രത്തെക്കുറിച്ച്. സ്വന്തം കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ഏതറ്റം വരെയും പോകുന്നതാണ്, അയാളെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഇപ്പം CPM-നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഏറെക്കുറെ ആ ഡയലോഗ് ചേരുന്ന അവർക്കായിരിക്കും. കാരണം ന്യായീകരിക്കാനായിട്ട് ഏതറ്റം വരെയും പോകുന്ന ആൾക്കാരാണ്. അവരെ ഈ കാര്യം പറഞ്ഞ് പോയിന്റ് പറഞ്ഞ് നമുക്ക് തോൽപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെയുള്ളവരോട് നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഇതിപ്പോൾ പറയാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അബിൻ വർക്കി കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട വാർത്ത നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിന് താഴെ വന്ന CPM-കാരുടെ കമന്റുകൾ, ബാക്കിയുള്ള എല്ലാ മനുഷ്യരും എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ തെറി വിളിച്ചുകൊണ്ടാണ് പല CPM ആൾക്കാരും അതിന് കമന്റ് ഇട്ടിരുന്നത്. അതായത് അപകടം വന്നത് നന്നായി, റീൽസ് ഷോ അവസാനിച്ചു, അതുകൂടാണ്ട് മുൻ ആരോഗ്യമന്ത്രിയുടെ പെടലി നാടകം പൊളിച്ച അന്ന് വലിയ അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതായത് അന്ന് കൊടുത്തതിന് തിരിച്ചു കിട്ടി എന്നുള്ള രീതിയിൽ ഇവരങ്ങ് എല്ലാ തരത്തിലും അങ്ങ് ന്യായീകരിക്കുകയാണ് അതിനെ. ഈ ശ്രീനിവാസൻ എഴുതിയൊരു സിനിമയുണ്ട് തലയണ മന്ത്രം സിനിമയിൽ ശ്രീനിവാസൻ ഈ കാർ ഓടിക്കാൻ പഠിക്കുകയാണ്. കാർ ഓടിക്കാൻ അറിയില്ല. അപ്പോൾ അദ്ദേഹം കാർ ഓടിക്കാൻ പഠിച്ച് ഒരു മതിലെ കൊണ്ടിടിച്ചിട്ട് ആശുപത്രി കിടക്കുമ്പോൾ ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം വന്ന് കളിയാക്കുന്നു. അന്നേരം മാമുക്കോയെ വിളിച്ചുകൊണ്ട് അപ്പുറത്തോട്ട് പോയിട്ട് ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഒരാൾ അപകടം പറ്റി കിടക്കുമ്പോഴല്ല ചെറ്റവർത്തമാനം പറയേണ്ടത്. ഈ ചെറ്റവർത്തമാനമാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരെ എനിക്ക് ഇന്നലത്തെ ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് ഇതുപോലെ വിളിച്ചുകൊണ്ട് പോയി ചെവിക്കല്ലൊന്ന് നോക്കി കൊടുത്തിട്ട് ഇവിടെ ഒരാൾ അപകടം പറ്റി കിടക്കുമ്പോഴല്ല ചെറ്റവർത്തമാനം പറയേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം അബിൻ വർക്കി റീലിൻ്റെ ആളാന്ന് പറഞ്ഞു. ഈ നാട്ടിലെ ഏറ്റവും വലിയ PR തള്ളുകാരനാരായിരുന്നു? പിണറായി വിജയനായിരുന്നു. അതുകൂടെ ഈ പറയുന്ന മുഹമ്മദ് റിയാസ് ഈ റീല് കളിയാക്കുന്നു എന്ന് പറഞ്ഞ് 2 ദിവസം മുമ്പ് ഇതേപോലെ മുഹമ്മദ് റിയാസ് ഒരു റീൽ ഇട്ടിരുന്നു. അതെ, മുഹമ്മദ് റിയാസിന്റെ റീല് നമുക്കറിയായിരുന്നു. ഈ കാണുന്ന ദേശീയവാദം മുഴുവൻ ഞാൻ പണിതാന്നുള്ള രീതിയിലായിരുന്നു പുള്ളിയുടെ റീല്. ഇടിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ വന്ന് പറഞ്ഞു, ഇത് ഞങ്ങളുടെ അല്ല, ഇത് കേന്ദ്ര സർക്കാരിൻ്റെയാണ് എന്ന് പറഞ്ഞു. റീൽസ് ഒട്ടും കുറയ്ക്കാത്ത ടീമുകളാണ് CPM. അതിൽ ഏറ്റവും വലിയ പിണറായിക്ക് PR വർക്കിന് വേണ്ടി കിഫ്ബി പദ്ധതിയിൽ നിന്ന് 250 കോടി രൂപയിൽ മേലാണ് ഇവർ ചെലവാക്കിയത്, അല്ലേ? അപ്പോൾ എന്താണ് ശരിക്കും അബിൻ വർക്കിക്ക് സംഭവിച്ചത്? അബിൻ വർക്കി ആറന്മുളയിലെ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് രാത്രി വൈകി അബിൻ വർക്കി സുഹൃത്തുക്കളുടെ വരുന്ന വഴിക്ക് പത്തനംതിട്ട ഓമല്ലൂർ റോഡിൽ ഷട്ടർമുക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, നമ്മുടെ അടുത്താണ്. അപ്പോൾ അവിടെ ചെറിയൊരു വളവാണ്, സ്ഥിരം അപകട മേഖലയാണ്. എന്ന് പറഞ്ഞാൽ ഓമല്ലൂർ ഭാഗത്തു നിന്ന് പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ ഒരു നല്ല ഇറക്കവും വളവും എല്ലാം ഉണ്ട്. തിരിച്ചു വരുമ്പോഴും ശരിക്കും ആ ഷട്ടർമുക്ക് എന്ന് പറയുന്ന ആ ഭാഗത്ത്, അവിടെ ബസ്സൊക്കെ നിർത്തുന്ന ആ ഭാഗത്ത് അപകടം എപ്പോഴും ഉണ്ടാകാറുള്ളൊരു സ്ഥലമാണ്. ഒന്നീ പോസ്റ്റേജ് ചെന്നിടിക്കും, അല്ലെങ്കിൽ മതിലിൽ ചെന്നിടിക്കും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ അവിടെയാണ് ഈ ഇവരുടെ വണ്ടിയിൽ വന്ന് കോന്നി സ്വദേശി ഒരാൾ കൊണ്ടിടിക്കുന്നത്. അയാൾ നല്ല വെള്ളമായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത് എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചത് ഇത് എല്ലാവർക്കും സാരമായ പരിക്കില്ല, നിസ്സാര പരിക്കേ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അബിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അബിൻ്റെ കൈക്ക് എന്തോ പൊട്ടലുണ്ട്, അതിനൊപ്പം തന്നെ തലയ്ക്ക് എന്തോ നല്ല പരിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിലുള്ളത്. ഇതിൽ തന്നെ വേറൊരാൾക്കും നല്ല പരിക്കുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ അപകടം ആർക്ക് എപ്പോൾ വേണേലും ഉണ്ടാകാവുന്നതാണ്. വീണ ജോർജ് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ ശേഷം പോകുന്ന വഴിക്കാണ് മടത്തറയിൽ വെച്ച് അവരുടെ വണ്ടി ഇതുപോലെ റോഡിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് അടുത്ത് പോയി വീഴുകയുണ്ടായി. അപ്പം ഈ വീണ ജോർജിൻ്റെ പെടലി നാടകം പൊളിച്ചടുക്കിയത് അബിനോടുള്ള ഒരു കലിപ്പിന് ഇവർക്ക് കാരണമായിട്ടുണ്ട്. അത് ബുദ്ധിയുള്ളവനും വിവരമുള്ളവനും കാര്യങ്ങൾ അറിയാവുന്നവനും കൃത്യമായിട്ട് സ്പഷ്ടമായിട്ടും അത് പൊളിച്ചെടുക്കും. ചുമ്മാതല്ലല്ലോ പൊളിച്ചടുക്കിയത്, അവരുടെ കീഴിലിരുന്നുകൊണ്ടല്ലേ. മാത്രമല്ല പെടലി അതൊരു നാടകം തന്നെയായിരുന്നു, പൊതുജനം കണ്ടു. ഈ CCTV വിഷ്വൽസ് എല്ലാം എല്ലാ ചാനലുകളിൽ വന്നപ്പോഴും ജനം ഒരേപോലെ ചോദിച്ചാണ്, ഇതിനകത്ത് എവിടെയാണ് മർദ്ദിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാണ്. അങ്ങനെ ജനത്തിനെ പറ്റിച്ച് വെറും ഒരു നാടകമായിരുന്നത്. അതുപോലെ അത്ര ഒരു നാടകം അല്ലല്ലോ ഇവിടെ സംഭവിച്ചത്. അല്ല, ഇതിപ്പം അതും അന്വേഷിക്കുമല്ലേ. ഇപ്പം എന്താ വീണ ജോർജിന്റെ പെടലി ഉളുക്കിയ സംഭവം വീണ്ടും അന്വേഷിക്കുകയാണ്. 5 പിള്ളേരെയാണ് 15 ദിവസം വെറുതെ ജയിലിൽ പിടിച്ചിട്ടത്. അവരെ 7 അയലത്ത് ചെന്നിട്ടില്ല. ഇപ്പം ഇത് ആ പിള്ളേരെ ജയിലിലടച്ചോമ്മ ഉദ്യോഗസ്ഥർ ഇപ്പം മറുപടി പറയേണ്ടി വരും. ആര് പറഞ്ഞിട്ടായിരുന്നു? പിണറായി വിജയനും MV ഗോവിന്ദനും പഴയ സ്പീക്കറായിരുന്ന ഷംസീറും വീണ ജോർജിനെ ഒരു നാടകം കളിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അവർ തോക്കാനുണ്ടായ പ്രധാന കാരണം ഈ നാടകം കളിയാണ്. അല്ലേ അവരുടെ തോൽവി ഇത്ര ദയനീയമാവുകയില്ലായിരുന്നു, തോറ്റുപോകുമായിരുന്നു, ഇത്രയും വലിയ ദയനീയമായി പോവുകയില്ലായിരുന്നു. അതാണ് സംഭവിച്ചത്. എന്താണെങ്കിലും ഒരു ആൾക്ക് അപകടം പറ്റി അയാൾ കിടക്കുമ്പോൾ ആ വാർത്തയുടെ അടിയിൽ, അതായത് പല ചാനലുകളിലും വന്ന വാർത്തയുടെ അടിയിൽ ഇവർ ഓരോരുത്തർ വന്നിട്ട് ഇവൻ ചത്തില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതെ, മാത്രമല്ല എനിക്ക് തോന്നി വേറൊരു കാര്യം, ഇപ്പൊ ഈ പ്രളയ സമയത്ത് നല്ല രീതിയിൽ പെർഫോം തന്നെ പറയാം. കാരണം അത്തരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് 2 MLA മാരായിരുന്നു പഴകുളം അതുപോലെ അബിൻ വർക്കി. ഇവർ രണ്ടുപേരും
അപ്പം സ്വാഭാവികമായിട്ട് ഇത് മാധ്യമത്തിന് ഇതിന് മീഡിയ കവറേജ് കിട്ടും. അത്തരത്തിൽ അവരുടെ സ്വീകാര്യത കുറച്ചും കൂടി ആളുകളിലേക്ക് അത് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലെത്തുന്നതിൽ ഒരു അസ്വസ്ഥത എന്തായാലും ഇവർക്കുണ്ട്. അല്ല, അബിൻ നേരിട്ടാണ് വള്ളത്തിൽ പോയി പല ആൾക്കാരും രക്ഷിച്ചുകൊണ്ടുവന്നത്. എന്താ 2012 പ്രളയം ഓർമ്മ വരുന്നു. നമ്മുടെ ഒരു സുഹൃത്താണ് അവിടെ വന്ന് ബോട്ടിറക്കിയത്. അയാൾ കയ്യിൽ നിന്ന്, അയാൾ പ്രവാസി മലയാളിയാണ്, അജയകുമാർ വല്യുടത്തിൽ എന്ന് പറയും. അദ്ദേഹം ബോട്ടിറക്കി, രക്ഷാപ്രവർത്തനത്തിന് സ്വന്തമായിട്ട് അദ്ദേഹം ബോട്ടിറക്കി. പൈസയുണ്ട്, അദ്ദേഹം സാധുക്കളെ സഹായിക്കുന്ന ആളാണ്, കിറ്റ് വിതരണം ചെയ്യുന്ന ആളാണ്. എല്ലാ ഓണത്തിനും അദ്ദേഹത്തിൻ്റെ വാർഡിലുള്ള ആൾക്കാർക്ക്, BJPയുടെ നേതാവൻ, BJPയുടെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വരും. അപ്പോൾ അദ്ദേഹമാണ് അന്ന് അവിടെ ബോട്ടിറക്കി, ഈ ആറന്മുള ബോട്ടിറക്കി. പുള്ളി വലിയ ബോട്ട് കൊണ്ടുവന്ന് അവിടെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഇറക്കി. അതിൻ്റെ മുമ്പിൽ കയറി ഇന്ന് പടമെടുത്ത ആളാണ് വീണ ജോർജ്. എന്നിട്ട് അവരാണ് ഈ ബോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. സംഭവ സത്യത്തിൽ ആരാ കൊണ്ടുവന്നത്? അദ്ദേഹമാണ് കൊണ്ടുവന്നത്, കാശ് മുടക്കി. ശരിക്കും അദ്ദേഹമാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. അതുപോലെ വീണ ജോർജിൻ്റെയൊക്കെ എത്രയോ PR വർക്ക് അന്ന് നടന്നിട്ടുണ്ട്. അവർ അന്നത്തെ പടം എല്ലാം എന്ന് കരുതി വെച്ചിട്ട് രണ്ടാമത്തെ ഇലക്ഷൻ വന്നപ്പോൾ അവർ അത് ഉപയോഗിച്ചു. ഇതിനെ PR വർക്ക് എന്നല്ലാതെ പിന്നെന്താ പറയുക? ഇന്നത്തെ കാലത്ത് എല്ലാവരും എടുത്തിടും. ഇപ്പം ആരാ സ്വന്തം ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാത്ത ആരാണോ? എല്ലാവരും ഉണ്ട്. പിന്നെ ജനപ്രതിനിധികൾ പ്രത്യേകിച്ച് ചെയ്യും. ഇപ്പം ജനപ്രതിനിധികൾ ഫേസ്ബുക്കിലൂടെ തന്നെ പിന്നെ പ്രവർത്തനം നടത്തുന്ന ജനപ്രതിനിധികളുണ്ട്. മാത്രമല്ല PR-ൽ കഴമ്പുണ്ട് എന്ന് ജനത്തിന് തോന്നുമ്പോഴാണ് അത് കുറച്ചും കൂടി അവർക്ക് സ്വീകാര്യത കിട്ടുന്നത്. അല്ലാതെ PR-ൽ മാത്രം ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടണമെന്നില്ല. ഈ അധികമായാൽ അമൃതും വിഷം. PR കൂടിപ്പോയോണ്ടാണ് പിണറായി വിജയൻ തോറ്റുപോയതല്ല, പിണറായി വിജയന് ഭരണം പോയത്. ആ ഒറ്റ ഇന്റർവ്യൂവിലാണ് ഇയാളുടെ ഭരണം മുഴുവൻ പോയത്. ആ മോഹൻലാലുമായിട്ടുള്ളൊരു ഇന്റർവ്യൂ. ആ ഒരു ഇന്റർവ്യൂ കാണുമ്പോഴേ അറിയാം ഇത് ഇയാളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി തിരക്കഥയും സ്ക്രിപ്റ്റ് ഇട്ട് ഡയലോഗ് സഹിതം ഉണ്ടാക്കി വെച്ച സാധനമാണ്. സീൻ ബൈ സീനാക്കി എടുത്തു. ഇന്ന് ഇപ്പം നമ്മൾ സിനിമയുടെ തിരക്കഥ എഴുതുന്ന സീൻ 1 പകൽ വീടിന് ഉൾവശം എന്ന് പറഞ്ഞ് എഴുതുന്ന പോലെ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയാണ് ആ പരിപാടി നടത്തി. അതിൻ്റെ ക്യാമറയും അതിൻ്റെ ഷോട്ടുകളും അതിനൊപ്പം തന്നെ ഈ മറ്റേ ഇതേ കൂടെ ട്രോളിയ വഴി ഓടിച്ചെടുക്കുന്നതും ഒക്കെ കണ്ട ഇന്നത്തെ കാലത്ത് ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം ഇത് ഏതൊക്കെ ഷോട്ടുകളാണ്, എന്തൊക്കെ ഷോട്ടുകളാണെന്നുള്ളത്. ഒരു ഡ്രോൺ മാത്രമേ ഉള്ളൂ തോന്നുന്നു പറത്താഞ്ഞ്. അത് അത്രയേ ഉള്ളൂ. അതിനകത്ത് എത്ര കഥാപാത്രങ്ങൾ അഭിനയിച്ചു. ഒരു പട്ടി വരെ, അയാളുടെ വീട്ടിലെ നായ വരെ അഭിനയിച്ചില്ലേ ആ PR വർക്കിനകത്ത്, ആ ചിത്രീകരണത്തിനകത്ത്. അതൊരു ഹ്രസ്വ ഡോക്യുമെൻ്ററി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ്. ഇതൊന്നും ചെയ്യാത്തവരാണെങ്കിൽ വേണ്ടുകയില്ല. ഇതിനായിട്ട് സർക്കാർ ഖജനാവിലെ പൈസ എടുത്തതാണ് ഈ ധൂർത്തടിച്ചത്. എന്നിട്ടാണ് ഇപ്പം ഇവർ വന്ന് ഈ അബിൻ വർക്കിയെ പോലുള്ളവരെ PR വർക്കുകാരെന്ന് പറഞ്ഞ് കളിയാക്കും. അദ്ദേഹം ഈ മഴ പെയ്ത ദിവസം തൊട്ട് ഞാൻ ശ്രദ്ധിക്കേണ്ട, റെയിൻകോട്ടൊക്കെ ഇട്ട് ഫുൾ ആക്റ്റീവായിട്ട് അദ്ദേഹം എല്ലായിടങ്ങളിലും ഓടി നടന്ന് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവർ സ്വീകരിക്കും. ആ സ്വീകാര്യത കാണുമ്പോൾ ഇവർ അസ്വസ്ഥരാകും. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇത്തരത്തിലൊരു അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുകയായിരുന്നു ഈ ഫേസ്ബുക്കിലൂടെയും ഒക്കെ ചെയ്തെന്ന് ഞാൻ കരുതുന്നു. അതിൽ അയാൾക്കൊരു ദുരന്തം വരുന്നു, ഒരാൾക്കൊരു അപകടം ആർക്കും വരാം. തീർച്ചയായും ആർക്കാ വരാൻ പാടില്ലാത്ത, ആർക്ക് വേണമെങ്കിലും ഒരു അപകടം വരാം. ഇപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ തേജസ്വിനി പുഴയിൽ മുങ്ങി മരിച്ച രാജേഷ് ആരാണ്? എക്സ്പേർട്ടാണ്. പ്രകൃതിക്ഷോഭങ്ങളെ നേരിടുന്ന കാര്യത്തിലും കുത്തൊഴുക്കിൽ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തിലുള്ള എക്സ്പേർട്ട് മനുഷ്യനാണ്. ആ മനുഷ്യൻ പോലും കുത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വെള്ളത്തിൽ പോയി മരിച്ചു പോയില്ലേ? അപ്പം അത് തന്നെ നോക്ക്. അവിടെ വന്നിട്ട് ആ കുട്ടികളുടെ കരച്ചിൽ കണ്ട് കണ്ണ് നിറഞ്ഞു പോയി VD സതീശൻ്റെ, മുഖ്യമന്ത്രിയുടെ. അദ്ദേഹം കണ്ണ് തുടച്ചുകൊണ്ട് പോയപ്പോഴത്തേക്ക് അത് അഭിനയമാണെന്നും പറഞ്ഞ് യുവമാർ പരിപാടി തുടങ്ങി. ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. നമുക്ക് ഇവരുടെ ഇത്തരത്തിലുള്ള വിചിത്ര ന്യായീകരണങ്ങൾക്ക് മുമ്പ് നമുക്ക് കാര്യം പറഞ്ഞവരെ മനസ്സിലാക്കാന്ന് പറഞ്ഞത് വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവരുടെ PR വർക്കിൽ, പിന്നെ മോഹൻലാലുമായിട്ടുള്ള PR വർക്കിൽ പിണറായി വിജയൻ തകർത്ത് അഭിനയിച്ച് ഇത്രയും ശാന്തനും നിഷ്കളങ്കനുമായ ഒരു മനുഷ്യൻ, മരങ്ങളെയും പൂക്കളെയും പ്രകൃതിയെയും നായകളെയും പക്ഷികളെയും എല്ലാം സ്നേഹിക്കുന്ന മനുഷ്യൻ. പക്ഷെ കോന്നി ചെന്ന ഒരാൾ സഖാവെ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞതോടെ ഇദ്ദേഹത്തിൻ്റെ പൂച്ച് പുറത്തിയാടി, നീലക്കുറുക്കൻ കരഞ്ഞു എന്ന് പറഞ്ഞാൽ അതുപോലെ ആണല്ല VD സതീശൻ കാണിച്ചത്. VD സതീശൻ നാച്ചുറലായിട്ട് ഇങ്ങനെയാണ്. അദ്ദേഹം ശബ്ദം ഉയർത്തി സംസാരിക്കേണ്ടത് ശബ്ദം ഉയർത്തി സംസാരിക്കും, ലളിതമായിട്ട് സംസാരിക്കേണ്ടത് അങ്ങനെ സംസാരിക്കും, ഫലിതം പറയേണ്ടത് അത് പറയും. അദ്ദേഹം ചിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്, ചിരിക്കാത്ത മുഖ്യമന്ത്രിയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ ഇത് നടക്കുന്നുണ്ട്. നമുക്കറിയാം ഏതാ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. അല്ല, ജനത്തിന് അറിയാമല്ലോ ഏതാ നല്ലതെന്ന്. അതുകൊണ്ടാണല്ലോ ജനം ഇയാളെ തൊഴിച്ച് വെളിയിൽ കളഞ്ഞത്. എന്നിട്ട് ഇപ്പം ഈ അണികൾ വന്നിരുന്ന് ചുമ്മാ വെറുതെ അസൂയ പൂണ്ടിട്ട് കാര്യമൊന്നുമില്ല. നല്ല ആമ്പിള്ളാർ, മിടുക്കരി പിള്ളേർ, അവർ വന്ന് കഴുത്തൊളുക്കി കൊച്ചമ്മയൊക്കെ തൊഴിച്ച് വെളിയിൽ കളഞ്ഞ് അവരവിടെ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അവരിനിയും ഭരിക്കും. അവരങ്ങോട്ട് ഭരിക്കട്ടെന്നേ. നിങ്ങൾ എത്രയൊക്കെ കുരുവ് പൊട്ടിച്ചെന്ന് പറഞ്ഞാലും ഈ ഭരണം 5 വർഷം കഴിയാൻ പോയില്ല. അത്ര മൃഗീയ ഭൂരിപക്ഷമുള്ള ഭരണമാണ്.
അപ്പോൾ പിന്നെ ഇത് നിങ്ങൾക്ക് കുരുവ് പൊട്ടിച്ച് മരിക്കാം, ഇതുപോലെ നാട്ടുകാരുടെ തന്തയ്ക്ക് വിളി കേൾക്കാം എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യവും ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല.